ഇന്ന് ഞാൻ ഒരു മുളക് ചമ്മന്തിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ നന്നായി പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമുക്ക് വിഭവത്തിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് കുഞ്ഞുള്ളി, പരലുപ്പ്, മുളക് പൊടി, ലേശം പുളി. അപ്പൊ നമുക്ക് അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ആദ്യം പുളി ഇട്ടു, എന്നിട്ട് ഉള്ളി ഇട്ടു, പരലുപ്പിട്ടു. ഇനി മുളക് പൊടി ഇതിലേക്ക് ഇടും. 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ അതിന് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക. ഇത് അരഞ്ഞിട്ടുണ്ട്. നമ്മളത് മിക്സി തുറക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ ചേരുവ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിയുടെ വെള്ളത്തിൽ അത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എണ്ണ ഒരു 1/4 സ്പൂൺ എണ്ണയിലേക്ക് ഇത് ഇടുക. എണ്ണ നേരത്തെ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിലേക്ക് ഇടുക. ഇട്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് എണ്ണയുമായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ അതിന് നല്ല രുചി കിട്ടുള്ളൂ. ഇത് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം കമന്റിലൂടെ. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കുക. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാണ്. ടേസ്റ്റ് ചെയ്യാൻ എപ്പോഴും കയ്യിൽ വെച്ച് ടേസ്റ്റ് ചെയ്യണമായിരിക്കും നല്ലത്. നല്ല സൂപ്പർ ചമ്മന്തി. അപ്പൊ നിങ്ങൾ ഇത് തയ്യാറാക്കി ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാല് നമുക്ക് ചോറിന്റെ കൂടി കഴിക്കാം. ചോറിന്റെ കൂടി ശകലം ഫിഷ് കറി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിച്ചാൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ദോശ, അപ്പം, ഇഡലി ഇതിന്റെ കൂടെയും ഇത് നല്ല രുചികരമായ ഒരു ചമ്മന്തിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കുന്ന വിശ്വാസത്തോടെ, സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സുലു. ബൈ ബൈ.